സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങുണർന്ന ഇന്ന് രണ്ടാം ദിനം. ആദ്യ ദിനത്തിൽ 36 മത്സരങ്ങളുടെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. ഓരോ പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോടും തൃശൂരും തൊട്ടു പിന്നിലുണ്ട്. അവധി ദിവസമായതിനാൽ തന്നെ ഇന്ന് തലസ്ഥാനം കലയുടെ പൂര നഗരിയാകും. സമഗ്ര കവറേജുമായി കേരള വിഷൻ ടീം ഫുൾ അവിടെ തന്നെ സജ്ജമായിരിക്കുകയാണ്. ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും വിനയും ജോസഫും ചേരുന്നുണ്ട്. വിനയ, ജോസഫ്, നല്ലൊരു ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒന്നാമത്തെ ദിവസം? പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്, അടിച്ചു പൊളിക്കല്ലേ? അതിര സൂചിപ്പിച്ച പോലെ തന്നെ ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ കലയുടെ മേളം കൊട്ടിക്കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ തുടക്കം ഗംഭീരമായും രണ്ടാം ദിനവും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനയൊപ്പം നമ്മളോട് ചേർന്നു. വിനയ, ഇത്തരത്തിൽ കോഴിക്കോട്, കണ്ണൂര്, തൃശ്ശൂര് മത്സരം കനക്കുകയാണ്. പക്ഷെ കണ്ണൂർ കപ്പ് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കണ്ണൂരിൽ നിന്നെടുത്ത കപ്പ് കണ്ണൂരിൽ തന്നെ കൊണ്ടുവെക്കണമെന്നാണ് കണ്ണൂരിലെ പിള്ളേര് പറഞ്ഞത്. കോഴിക്കോട് കൊണ്ടുപോകും. ഇല്ല, അത് നമുക്ക് എന്തായാലും ഇപ്പൊ പറയാം. കോഴിക്കോട് കൊണ്ടുപോകത്തില്ല എന്തായാലും ഇപ്പൊ നമുക്കത് ഒരു പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം ഇഞ്ചോടിഞ്ച് മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും ഓരോ പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അത് എപ്പോ വേണമെങ്കിലും മാറി മറിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും 2 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊന്ന് പ്രവചിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ മുന്നിലെത്തും, അല്ലെങ്കിൽ കണ്ണൂർ മുന്നിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും രണ്ടാം ദിവസം വലിയ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ വേദികളിലായി നിരവധി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആവേശോജ്വലമായിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടാം ദിനവും വലിയ രീതിയിലുള്ള ഒരു ആവേശോജ്വലമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണല്ലേ ജോസഫ് സംഘടിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും ആവേശങ്ങൾ ഒട്ടും കുറയുന്നില്ല. മത്സരങ്ങൾ പിടിമുറുക്കുമ്പോൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരെല്ലാം തന്നെ ആവേശത്തിന്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒന്നാമത്തെ വേദിയിലാണ്. ഒന്നാമത്തെ വേദിയിൽ ഇപ്പോൾ മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ മത്സരത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നവർ അതിരാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രെയിനിൽ നിന്നും ട്രെയിൻ ഇറങ്ങി അത് സംബന്ധിച്ചുള്ള ആദ്യം ഒരു അതിര ഇന്നും നാട്യ നൃത്യ വിഭാഗങ്ങൾക്കാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രേക്ഷകർ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വേദികളിൽ നൃത്തം നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിൽ കലാപ്രേമികളും പ്രേക്ഷകരും ധാരാളമായി തന്നെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും 5-ാം തീയതിയിലെ പ്രധാനപ്പെട്ട പരിപാടികൾ ഇങ്ങനെയാണ്. വേദി 1-ൽ മോഹിനിയാട്ടമാണ് ആദ്യം തുടങ്ങുക. അതിനുശേഷം ഒപ്പനയാണ് ആദ്യം തുടങ്ങുന്നത്. ഒപ്പന 9:30ക്കാണ് തുടങ്ങുന്നത്. ഒപ്പന 9:30ക്ക് തുടങ്ങുന്നുണ്ട്. അതിനുശേഷം 2 മണിക്ക് മോഹിനിയാട്ടം. ഇതാണ് പ്രധാന വേദിയിൽ ഇന്നത്തെ മത്സരങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേദിയിലെ മത്സരം, അതായത് ഗവൺമെന്റ് വിമൻസ് കോളേജിലെ പ്രധാന മത്സരങ്ങൾ, ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ എന്ന് പറയുന്നത് രാവിലെ 9:30ക്ക് തിരുവാതിര കളിയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം 2 മണിക്ക് നാടോടി നൃത്തമാണ്. മൂന്നാമത്തെ വേദിയിൽ ഇന്നത്തെ മത്സരം, ആകെയുള്ള മത്സരം എന്ന് പറയുന്നത് നാടകമാണ്. നാടകം മാത്രമാണ് ഇന്ന് മൂന്നാമത്തെ വേദിയിൽ അരങ്ങേറുന്നുള്ളൂ. 4-ാമത്തെ വേദിയിൽ ഇന്ന് ഭരതനാട്യമാണ്. അത് 2 മണിക്കാണ് മത്സരം ഈ 4-ാമത്തെ വേദിയിൽ ആരംഭിക്കുന്നത്. ഭരതനാട്യം മാത്രമാണ് ഇന്ന് 4-ാമത്തെ വേദിയിലുള്ളത്. 5-ാമത്തെ വേദിയിൽ 9:30ക്ക് പൂരക്കളിയാണ് തുടങ്ങുന്നത്. തുടർന്ന് 3:30-ന് 3 മണിക്ക് കേരള നടനമാണ് 5-ാമത്തെ വേദിയിലുള്ളത്. 6-ാമത്തെ വേദിയിൽ കുച്ചിപ്പുടിയാണ് 9:30ക്ക് തുടങ്ങുന്നത്. അതിനുശേഷം മാർഗം കളി. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഈ 24 വേദികളിലായി നിരവധി, അല്ലെങ്കിൽ വിവിധ ഇനം മത്സരങ്ങൾ തന്നെയാണ് ഇന്ന് എന്തായാലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ആവേശോജ്വലമായി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒപ്പന, അല്ലെങ്കിൽ ഗ്ലാമറസ് ഐറ്റങ്ങൾ തന്നെയാണ് ഇന്നും വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒപ്പനയാണെങ്കിലും ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും എല്ലാം തന്നെ വളരെ ഗ്ലാമറസ് ഐറ്റമാണ്. കൂടാതെ തന്നെ ഇന്ന് സൺഡേ ആണ്, അത് നമ്മൾ മറക്കാൻ സാധിക്കില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ അവധിയായതുകൊണ്ട് തന്നെ നിരവധി പേർ ഇന്ന് ഈ കലാമേളയ്ക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ജോലിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മോഹിനിയാട്ടം, ഒപ്പന നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, ഗോത്ര കലകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മികച്ച രീതിയിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നും അത്തരത്തിൽ ഗോത്ര കലകളുണ്ട്. ആ കലകൾ കാണാൻ വേണ്ടി നിരവധി പേര് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
മാത്രവുമല്ല ഈ എത്തിച്ചേരുന്ന ആളുകൾക്കെല്ലാം കൃത്യമായ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ